വരുന്നൊരു വാർത്ത. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, വിശദാംശം. നിഖിൽ, കേൾക്കാമോ? ഒരാൾക്ക് കൂടി ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ആകെ 10 പേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഈ കുട്ടി മലപ്പുറം അരീക്കോട് സ്വദേശിയാണ്. മലപ്പുറം അരീക്കോട് സ്വദേശിയായിട്ടുള്ള 10 വയസ്സുകാരിക്കാണ് ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടി കഴിഞ്ഞ ദിവസം തോട്ടിൽ കുളിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതോടുകൂടിയാണ് ആകെ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 10 മാറുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5 പേരുടെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തിലാണ് ആരോഗ്യവകുപ്പ് അടക്കം ഈ രോഗം ബാധിച്ച് ഇവിടേക്ക് എത്തുന്ന ആളുകളെ കാണുന്നത്. ഏറ്റവും മികച്ച ചികിത്സ ഇവർക്ക് നൽകി പോരുന്നുണ്ട്. അതിനിടയിലാണ് ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നാണ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയത്. ആദ്യ പരിശോധനയിൽ തന്നെ, ശ്രമ പരിശോധനയിൽ തന്നെ ഈ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടെ കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നുള്ളവരായി ചികിത്സയിലുള്ളവരുടെ എണ്ണം 10 മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറം അരീക്കോട് സ്വദേശി 10 വയസ്സുള്ള പെൺകുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 10. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.